ഡീമൺ സ്ലെയറിൽ നമ്മൾ കുറേ ബ്രീതിങ് സ്റ്റൈൽസ് കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ മാസ്റ്റർ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ബ്രീതിങ് സ്റ്റൈലാണ് വാട്ടർ ബ്രീതിങ്. സൺ ബ്രീതിങ്ങിൽ നിന്നും ഡിറൈവായി വന്ന 5 മെയിൻ ബ്രീതിങ് സ്റ്റൈലിൽ ഒന്നാണ് ഈ വാട്ടർ ബ്രീതിങ്. വാട്ടർ ബ്രീതിങ്ങിൽ മെയിനായിട്ട് 10 ഫോംസാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഫോമാണ് വാട്ടർ സർഫസ് സ്ലാഷ്. ഈ ഒരു ഫോമിൽ യൂസർ ഒരു സിംഗിൾ ഹൊറിസോണ്ടൽ സ്ലാഷ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് വരുന്ന ഫോമാണ് വാട്ടർ വീല്. ഈ ഒരു ഫോമിൽ യൂസർ ഒരു വീല് പോലെ കറങ്ങിയ ഒരു വെർട്ടിക്കൽ സ്ലാഷാണ് യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഫോമാണ് ഫ്ലോയിങ് ഡാൻസ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിൽ യൂസർ ഒരു ഡാൻസ് പോലെയുള്ള ഫൈറ്റിംഗ് സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നാലാമതായിട്ടുള്ള ഫോമാണ് സ്ട്രൈക്കിംഗ് ഡൈഡ്. ഇതിൽ യൂസർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ലാഷസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അഞ്ചാമതായിട്ട് വരുന്ന ഫോമാണ് ബ്ലസ്ഡ് റെയിൻ ആഫ്റ്റർ ദ ഡ്രൗട്ട്. ഇവിടെ യൂസർ ഒരു സിംഗിൾ സ്ലാഷ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ടാർഗറ്റിന് ഒരു പെയിൻലെസ് ഡെത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഫോം യൂസ് ചെയ്യുന്നത്. ഇനി ആറാമതായിട്ട് വരുന്ന ഫോമാണ് വേൾപൂൾ. ഇവിടെ യൂസർ തൻ്റെ ബോഡി ട്വിസ്റ്റ് ചെയ്ത് ഒരു വേൾപൂൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ വേൾപൂളിൽ പെടുന്ന എല്ലാ ടാർഗറ്റിനും ഒരു ഡാമേജ് കൊടുക്കുന്ന രീതിയിലുള്ള ഫൈറ്റിംഗ് സ്റ്റൈലാണ് ഇത്. ഇനി ഏഴാമത്തെ ഫോമാണ് ഡ്രോപ്പ് റിപ്പിൾ ത്രസ്റ്റ്. ഇവിടെ യൂസർ ഒരു ഫാസ്റ്റും ആക്യുറേറ്റും ആയിട്ടുള്ള ഒരു ത്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു പഞ്ചിങ് ടൈപ്പ് മൂവാണ് ഉപയോഗിക്കുന്നത്. ഇനി എട്ടാമത്തെ ഫോമാണ് വാട്ടർഫോൾ ബേസിൻ. ഇവിടെ യൂസർ ഒരു വാട്ടർഫോൾ പോലെ ഒരു വെർട്ടിക്കലായിട്ടുള്ളൊരു സ്ലാഷാണ് ഉപയോഗിക്കുന്നത്. ഒമ്പതാമത്തെ ഫോമാണ് സ്പ്ലാഷിംഗ് വാട്ടർ ഫ്ലോ ടർബുലൻറ്റ്. ഇവിടെ യൂസർ തൻ്റെ പൊസിഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതുവഴി യൂസറിന് തൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു. പത്താമത്തെ ഫോമാണ് കോൺസ്റ്റൻറ്റ് ഫ്ലക്സ്. ഇവിടെ യൂസർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്ലോയിങ് മൂവ്മെൻറ്റിൽ തൻ്റെ ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. എത്രത്തോളം മൂവ്മെൻറ്റ് കൂട്ടുന്നു അത്രത്തോളം യൂസറിൻ്റെ സ്പീഡും സ്ട്രെങ്ത്തും കൂടും. ഇനി 11ാമതായിട്ട് ഒരു ഫോം കൂടിയുണ്ട്. അത് വാട്ടർ ഹഷിറയായ ഗിയു സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതിൻ്റെ പേരാണ് ഡെഡ്ക. ഇവിടെ ഗിയു ഒരു കംപ്ലീറ്റ് കോൺസെൻട്രേറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ഇതുവഴി തൻ്റെ നേരെ വരുന്ന എല്ലാ അറ്റാക്കിനെയും ഫാസ്റ്റും ആക്യുറേറ്റുമായിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നു. സക്കോഞ്ചി ഉറക്കൊടാക്കി, ഗിയു ടൊമിയോക്ക, മുറാത്ത, സാബിത്തോ, മാക്കമോ, ടാഞ്ചിറോ, ആവോയ് ഇവരൊക്കെയാണ് വാട്ടർ ബ്രീതിങ്ങിൻ്റെ നോൺ യൂസേഴ്സ് ആയിട്ടുള്ളത്. വാട്ടർ ബ്രീതിങ്ങിൽ നിന്ന് പിന്നെയും ഡിറൈവായി വന്ന കുറച്ച് ബ്രീതിങ് സ്റ്റൈൽസ് കൂടിയുണ്ട്. ഫ്ലവർ ബ്രീതിങ്, സർപ്പൻ ബ്രീതിങ്, ഇൻസെക്ട് ബ്രീതിങ്. ഇത് മൂന്നും വാട്ടർ ബ്രീതിങ്ങിൻ്റെ ബ്രാഞ്ചിൽ വരുന്നവയാണ്. അപ്പോൾ ഇത്രയേ വാട്ടർ ബ്രീതിങ്ങിനെ പറ്റി പറയാനുള്ളൂ. ഇനി അടുത്തൊരു ബ്രീതിങ് സ്റ്റൈലിൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.